ഈശോ വിശേഷതയായിരിക്കട്ടെ. ഇന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു തോട്ടാണേ. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അപ്പൊ ആരീ അവൻ? അപ്പൊ ഇതിനു മുമ്പുണ്ടല്ലോ, ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പം യോഹന്നാൻ കുറയുകയും വേണം, ഈശോ വളരുകയും വേണം. അത്രയും ഞാൻ ആ വചനത്തെപ്പറ്റി കണ്ടിട്ടുള്ളൂ. ഈ യോഹന്നാൻ 3:30 ഞാൻ വായിച്ച സമയത്ത് ഇന്ന് എന്റെ മനസ്സിലേക്ക് വരികയാണേ. ആരാണ് ഈ ഞാൻ? സെൽഫ്. ആരാണ് ഈ അവൻ? അവൻ എന്ന് പറയുന്നത് ഈശോ, ദൈവസ്നേഹം. അപ്പോ ഞാൻ ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം. ദൈവസ്നേഹം വരണമെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി അത്രയധികം കുറയണം. അപ്പോ അതിന്റെ മീനിങ് എനിക്ക് ഇതിനു മുമ്പ് അത്ര അങ്ങോട്ട് കണക്ട് ആയിരുന്നില്ലേ. പക്ഷെ ഇന്ന് എനിക്കൊരു ചെറുതായിട്ടൊരു കണക്ഷൻ കിട്ടി. നമ്മൾ ചില സമയത്തൊക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെ, ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ഒരു നോൺ വെജ് ഒഴിവാക്കുക എന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ എനിക്ക് തോന്നും പ്രോട്ടീൻ ആരെങ്കിലും തരുന്ന സമയത്ത് അതിനിപ്പോ എന്നാ, ഒരു വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ ഒന്നും ചെയ്യുന്നുണ്ടോ? പക്ഷെ കർത്താവിന് വേണ്ടി അത് വേണ്ടാതെ വെക്കാൻ പറ്റുന്നുണ്ടോ? ആ ദൈവസ്നേഹം ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ? അസൂയ തോന്നാറുണ്ടോ ചില സമയത്ത് വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച്? അസൂയ തോന്നാറുണ്ടെങ്കിൽ ആ അസൂയ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നല്ലേ വരുന്നത്. അതിന് പകരം ദൈവസ്നേഹം അതിൽ നിറച്ചിട്ട് എന്നെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹം എന്നറിഞ്ഞിട്ട് എനിക്ക് അസൂയ ഉണ്ടാവുമോ? അങ്ങനെ പല ചെറിയ ചെറിയ കാര്യങ്ങളും പല പ്രാവശ്യം എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നുണ്ടോ? അപ്പം എനിക്ക് എന്നാ മേന്മയായിട്ടുള്ളത് ഞാൻ വേറൊരാളെ കുറ്റം പറയാൻ? അങ്ങനെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ പാപത്തിന്റെ അവസ്ഥയുള്ള എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹം ഇങ്ങനെ മാറ്റിമറിക്കും. അപ്പോ സെൽഫ് ലവിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു ഒരു വളരെ വലിയ ഒരു സ്നേഹം കർത്താവിന് എനിക്ക് തന്നു. ഈശോ സ്തുതിയായിരിക്കട്ടെ.